ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ശ്രുതി ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ദൈവമേ, ആ കടലമിഠായി ഇങ്ങോട്ട് വരരുതേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. അയാളുടെ മുന്നിലൊന്നും ചെന്ന് പെടരുതെന്നൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് അശ്വിൻ അവിടേക്ക് എത്തുന്നതും ശ്രുതിയെ തന്നെ തുറച്ചു നോക്കി നിൽക്കുന്നതും. അങ്ങനെ ശ്രുതിയും അശ്വിനും തമ്മിൽ കുറച്ച് സമയം അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി നിൽക്കുന്നുണ്ട്. അതിനുശേഷം ശ്രുതിക്ക് അശ്വിൻ്റെ മുഖം കാണുമ്പോൾ ചിരി വരികയാണ് കേട്ടോ. ശ്രുതി അശ്വിൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് പൊട്ടി ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അശ്വിനാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കാര്യമൊന്നും മനസ്സിലാവുന്നില്ല. അപ്പോൾ അശ്വിൻ ചോദിക്കും, എന്താ നീ ചിരിക്കുന്നതെന്ന് ചോദിക്കും. അപ്പോൾ ശ്രുതി കാര്യം പറയാതെ കൈകൊണ്ട് കവളത്തേക്ക് ഇങ്ങനെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അന്നേരം ആ താലം ശ്രുതിയുടെ കൈ കൊടുത്തിട്ട് ശ്രുതിയുടെ ഷോൾ എടുത്തിട്ട് അശ്വിൻ തൻ്റെ മുഖമൊക്കെ തുടച്ച് ക്ലീൻ ചെയ്യാനിട്ട് എന്നിട്ട് ആ ഷാൾ എടുത്തിട്ട് ശ്രുതിയുടെ മുഖത്തേക്ക് ഇങ്ങനെ എറിഞ്ഞു കൊടുക്കുകയാണ്. എന്താ നിങ്ങൾ ഈ കാണിച്ചത്? ഇത് എൻ്റെ ഷോൾ കൊണ്ടാണ് തുടക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ചലഞ്ച് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തവൾ ഇങ്ങനെ ചിരിക്കരുതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അശ്വിൻ. ഈ സമയത്ത് എനിക്ക് അവിടേക്ക് വരികയാണ്. ശ്രുതിക്കുട്ടി വന്നോ എന്നൊക്കെ ചോദിക്കുകയാണ്. എല്ലാവരും അവിടെ കാത്തിരിക്കുന്നുണ്ട്. ശ്രുതിക്കുട്ടി വായോ എന്ന് പറയുമ്പോൾ, അയ്യോ ഞാൻ വരുന്നില്ല നന്ദുവേട്ടാ, ഞാൻ ഈ ആകാശവാണി ഡ്രസ്സ് കൊണ്ടെടുക്കാൻ വന്നതാണ്. അതൊന്നും സാരില്ല, ശ്രുതിക്കുട്ടി അകത്തേക്ക് കയറിയിട്ട് പോകാമെന്നൊക്കെ പറയുകയാണ്. ഈ സമയത്ത് അഞ്ജലി അവിടേക്ക് വരുന്നുണ്ട്. അഞ്ജലി പറയുന്നുണ്ട്, ശ്രുതി വന്നോ, വാ ശ്രുതി, നമുക്ക് അകത്തേക്ക് പോകാം എന്ന് പറയാണ് കേട്ടോ. ശരി, എന്തായാലും നന്ദുവേട്ടൻ വിളിച്ചതല്ലേ, ഞാൻ വരാമെന്നൊക്കെ പറയാണ് കേട്ടോ. അങ്ങനെ ശ്രുതിയെ വിളിച്ചുകൊണ്ട് നന്ദു അകത്തേക്ക് പോകുന്നുണ്ട്. ശ്രുതി ആണെന്നുണ്ടെങ്കിൽ റൂമിൽ കയറിയിട്ട് ആ ഒരു ഡ്രസ്സ് എടുത്ത് വെക്കാൻ വേണ്ടി വരികയാണ്. ഈ സമയത്ത് അവിടേക്ക് ശ്യാം വരുന്നുണ്ട്. ശ്യാം വന്നിട്ട് ഇങ്ങനെ ശ്രുതിയോട് മോശമായിട്ട് സംസാരിക്കുകയാണ്. ശ്രുതി, നീ എന്തിനാണ് എന്നെ കാണുമ്പോൾ ഇങ്ങനെ മുഖം തിരിച്ച് കളയുന്നത്? നിന്നോട് ഞാൻ എന്ത് തെറ്റാണ് ചെയ്തതെന്നൊക്കെ ചോദിക്കാൻ കേട്ടോ. നിങ്ങൾ എന്നോട് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും സംസാരിച്ച് വരണ്ട. ഞാനിവിടെ എൻ്റെ ചേച്ചിയുടെ കല്യാണവുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തിന് വേണ്ടി വന്നതാണ്, അല്ലാതെ നിങ്ങളെ കാണാനോ നിങ്ങളെ സംസാരിക്കാനോ അല്ല ഞാൻ വന്നത് എന്ന് പറയാം. ശ്രുതി, നീ പറയും, ഞാൻ എന്താ തെറ്റാണ് നിന്നോട് ചെയ്തത്? നിന്നെ ഞാൻ ഇപ്പോഴും സ്നേഹിച്ചുകൊണ്ടേയിരിക്കുന്നു. ശ്രുതിയെ എത്ര വെറുത്താലും എനിക്ക് ശ്രുതിയോടുള്ള സ്നേഹത്തിനൊട്ടും കുറവ് വരില്ല എന്നൊക്കെ പറയാൻ കേട്ടോ. എന്നിട്ട് ശ്രുതിയുടെ ഷോളുമ്മൽ ആ ഒരു മഞ്ഞക്കറ കാണാൻ കേട്ടോ അശ്വിനല്ല ശ്യാം. അശ്വിൻ്റെ കവളത്ത് തുടച്ച ആ ഒരു മഞ്ഞക്കറ എടുത്തിട്ട്, അയ്യോ എന്തീ കാണുന്നത്, ഷോളൊക്കെ ആകെ അഴുക്കായല്ലോ, ഞാൻ തുടച്ച് തരാമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ തലോടുന്നത് പോലെ ഷാളുമ്മലൊക്കെ തുടയ്ക്കുന്നുണ്ട്. പിന്നെ നെഞ്ചത്തൊക്കെ വെച്ചിട്ട് ആ ഷാൾ തുടയ്ക്കുമ്പോൾ ശ്രുതി അത് പിടിച്ച് വലിച്ച് വാങ്ങിച്ചേ, നിങ്ങൾ എന്തീ കാണിക്കുന്നത്? എൻ്റെ അടുത്ത് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ സംസാരിച്ച് വന്നാലുണ്ടല്ലോ, എല്ലാ കാര്യങ്ങളും ഞാൻ ഇവിടെ ഉള്ളവരോടൊക്കെ വിളിച്ച് പറയും എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതി അയാളെ ഭീഷണിപ്പെടുത്താനുണ്ടോ. പക്ഷേ ശ്യാമാണെന്നുണ്ടെങ്കിൽ ഒരു കുലുക്കമില്ലാതെ ശ്രുതിയോട് വീണ്ടും സംസാരിക്കാൻ ചെല്ലാണ്. പക്ഷെ ശ്രുതി അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ താഴേക്ക് ചെല്ലാണ്. താഴെ ചെല്ലുമ്പോൾ അവിടെ മനോരമയും മുത്തശ്ശിയും ഇരിക്കുന്നുണ്ടാവും കേട്ടോ. അപ്പോൾ മോളെ എന്നൊക്കെ മുത്തശ്ശി പറയും. അഞ്ജലി പറയും, ഇരിക്കും ശ്രുതി, നീ ഇവിടെ എന്ന് പറയും. ഈ സമയത്ത് തന്നെ അവിടേക്ക് ശ്യാമ വരികയാണ് കേട്ടോ. ഒരു പാത്രം ജിലേബിയും കൊണ്ടുവരികയാണ്. അപ്പോൾ ഇതെന്താ ശ്രുതിക്ക് വേണ്ടി പ്രത്യേകം ഉണ്ടാക്കിയതാണ് ശ്യാമേട്ട എന്ന് പറയുമ്പോൾ, അതെ, ഇത് ഞാൻ എൻ്റെ കൈകൊണ്ട് പ്രത്യേകം ഉണ്ടാക്കിയ പാലക്കാടൻ ജിലേബിയാണ്, ഇത് ശ്രുതിക്ക് വേണ്ടിയിട്ട് മാത്രം ഞാൻ ഉണ്ടാക്കിയാണെന്നൊക്കെ പറയുമ്പോൾ ശ്രുതിക്ക് ദേഷ്യം വന്നിട്ട് ഇങ്ങനെ ശ്യാമിനെ തുറച്ച് നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ദേ ആൻറ്റി ഇത് എടുത്ത് നോക്കിയെന്ന് പറഞ്ഞിട്ട് മനോരമയ്ക്ക് കൊടുക്കാം കേട്ടോ. മനോരമ ഇങ്ങനെ എടുത്തിട്ട് ഇവിടെ അല്ലെങ്കിലും പെണ്ണിൻ്റെ വീട്ടുകാരെ സന്തോഷിപ്പിക്കാനാണല്ലോ എല്ലാവരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്, നടക്കട്ടെ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. മനോരമ ഇങ്ങനെ ഓരോ കുത്തുവാക്കുകൾ വെച്ചിട്ട്, പക്ഷേ എത്ര നിർബന്ധിച്ചിട്ടും ശ്രുതി അതിൽ നിന്ന് ജിലേബി കഴിക്കുന്നില്ല. അപ്പോൾ അഞ്ജലി പറയുന്നുണ്ട്, ശ്രുതിക്ക് ടെൻഷൻ വന്നാൽ മാത്രമേ ശ്രുതി ജിലേബി കഴിക്കുള്ളൂ എന്ന് പറയും. ഈ സമയത്ത് അവിടേക്ക് എനിക്കേം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ മനോരമയ്ക്കാണെന്നുണ്ടെങ്കിൽ എന്തോ ഒരു ഡൗട്ടൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. എനിക്ക് ശ്രുതിനെ പൊക്കിയൊക്കെ പറയണത് കേൾക്കുന്ന സമയത്ത് ഇവിടെ എന്തോ മണക്കുന്നുണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ മനോരമ പറയുന്നുണ്ട്. അങ്ങനെ എല്ലാവർക്കും ആ ഒരു ജിലേബി കൊടുക്കുന്നുണ്ട് കേട്ടോ ശ്യാം. അപ്പോൾ എനിക്ക് വന്നിട്ടാണെന്നുണ്ടെങ്കിൽ ശ്രുതിയുടെ അടുത്തൊന്നും പോകുന്നില്ല. എനിക്ക് ഓരോ കാര്യങ്ങളും പറഞ്ഞിട്ട് അഞ്ജലി കുറച്ച് വള കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ശ്രുതിക്ക്. ശ്രുതി, നമുക്കത് സെലക്ട് ചെയ്യാം, കുപ്പിവളകളല്ലേ, നാടൻ പെൺകുട്ടികൾക്ക് അത് ചേരുന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഇതൊന്നും മനോരമയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ, എനിക്ക് കൂടുതലായിട്ട് ശ്രുതിയോട് അടുക്കുന്നത്. അതിനുശേഷം പിന്നീട് ആകാശിൻ്റെ ഫോണിലേക്ക് പ്രീതി വിളിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, സാർ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, എൻ്റെ കല്യാണം ഒരിക്കൽ മുടങ്ങിയ കാര്യം വീട്ടിലെല്ലാവരോടും പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കാൻ കേട്ടോ. ഇല്ല, അതാരോടും പറഞ്ഞിട്ടില്ല, ഇവിടെ അശ്വിൻ ചേട്ടൻ മാത്രമേ അത് അറിയുള്ളൂ, അത് പറയാതെ ഇരുന്നത് എന്തെന്ന് ചോദിക്കാൻ കേട്ടോ. അതെന്തിനാണ് താൻ അന്വേഷിക്കുന്നത്? അതൊന്നും താൻ അന്വേഷിച്ചിട്ട് താൻ വെറുതെ ടെൻഷൻ അടിക്കണ്ട. ഇനി ഇവിടെ ഇതുവരെ ആർക്കും അറിയില്ല, ഇനി അറിഞ്ഞാൽ തന്നെ ആ കാര്യമൊക്കെ ഞാൻ നോക്കിക്കോളാം, താനതോർത്ത് വിഷമിക്കേണ്ടെന്നൊക്കെ പറയാൻ കേട്ടോ. താനിപ്പോൾ കല്യാണമല്ലേ, കല്യാണത്തിന് എന്തോരം നല്ല കാര്യങ്ങൾ ആലോചിക്കാനുണ്ട്, അതൊക്കെ ആലോചിച്ച് ഇരിക്കും. ഇനി മുതൽ തന്നെ ചേട്ടാന്നേ വിളിക്കാൻ പാടുള്ളൂ, സാറിന് വിളിക്കാൻ പാടില്ല എന്നൊക്കെ ആകാശ് പറയുന്നുണ്ട്.
ഇതേ സമയം ശ്രുതിയാണെന്നുണ്ടെങ്കിൽ വളകളൊക്കെ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കാണ്ട് ഒരുപാട് കുപ്പി വളകളൊക്കെ ഉണ്ട്. എനിക്കാണെന്നുണ്ടെങ്കിൽ ശ്രുതിക്കുട്ടിക്ക് ഇത് ചേരും അത് ചേരും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ശ്രുതിയാണെന്നുണ്ടെങ്കിൽ പല പല കളറുകളും വളകളൊക്കെ എടുത്ത് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ സമയത്ത് അവിടേക്ക് അശ്വിൻ വരുന്നുണ്ട്. അശ്വിൻ വന്നത് ശ്രുതി ശ്രദ്ധിക്കുന്നും കൂടിയില്ല. അപ്പോൾ ശ്രുതി അശ്വിന് ശ്രദ്ധിക്കാതെ ആകുമ്പോൾ അശ്വിന് ദേഷ്യം വരികയാണ് കേട്ടോ. എനിക്കും ശ്രുതിയും തമ്മിൽ കൂടുതൽ അടുക്കുന്നത് കണ്ടിട്ട് അശ്വിന് ഇങ്ങനെ കൂടുതൽ അസൂയ വരികയാണ്. അപ്പോൾ രാമേട്ട ഒരു കോഫി എന്ന് പറഞ്ഞിട്ട് വിളിച്ച് പറയുകയാണ് കേട്ടോ. അപ്പോഴാണ് ശ്രുതി ഇങ്ങനെ അശ്വിൻ്റെ മുഖത്തേക്ക് നോക്കുന്നത്. അപ്പോൾ അശ്വിന് കുശുമ്പിടുന്ന് മനസ്സിലായപ്പോൾ തന്നെ ശ്രുതി ഇങ്ങനെ നന്ദുവേട്ട ഈ വള എനിക്ക് ചേരുമോ എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ ശ്രുതി അത് ഇടുന്ന സമയത്ത് താഴത്തേക്ക് പോകുകയാണ് കേട്ടോ വള. അപ്പോൾ ഞാൻ എടുത്തു തരാൻ നന്ദു പറയുമ്പോൾ വേണ്ട ഞാൻ എടുത്തോളാം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കുമ്പിട്ടിട്ട് വളകൾ എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ശ്രുതിയുടെ ഡ്രസ്സിൻ്റെ കെട്ടഴിഞ്ഞ് പോയതുകൊണ്ട് തന്നെ ശ്രുതിയുടെ പുറംഭാഗമൊക്കെ കറക്റ്റായിട്ട് കാണുന്നുണ്ട്. ഇതിങ്ങനെ നന്ദു ഇങ്ങനെ നോക്കി നിൽക്കുന്ന കാണുമ്പോൾ അശ്വിന് അത് ദേഷ്യം വരികയാണ് കേട്ടോ. അപ്പോൾ അശ്വിൻ ഇങ്ങനെ ദേഷ്യത്തോടുകൂടി പല്ല് കടിച്ച് പിടിച്ചിട്ട് വേഗം തന്നെ ചെന്നിട്ട് ശ്രുതിയുടെ മുടി എടുത്തിട്ട് ആ പുറംഭാഗം കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇടുകയാണ് കേട്ടോ. അപ്പോൾ അത് കാണുമ്പോൾ നന്ദുവിന് കാര്യം മനസ്സിലാവും കേട്ടോ. നന്ദുവിനെ നോക്കിക്കഴിഞ്ഞല്ലോ. അപ്പോൾ ശ്രുതിക്ക് കാര്യം മനസ്സിലാവുന്നില്ല കേട്ടോ. ശ്രുതി ഇങ്ങനെ ചാടി എഴുന്നിട്ടിട്ട് എന്താ നിങ്ങൾ ഈ കാണിക്കുന്നതെന്ന് ചോദിച്ചിട്ട് ഇങ്ങനെ അശ്വിനെ വഴക്ക് പറയുകയാണ്. അശ്വിനാണെന്നുണ്ടെങ്കിൽ ഒന്നും മിണ്ടില്ല. നന്ദു ആണെന്നുണ്ടെങ്കിൽ നന്ദുവിൻ്റെ ഒരു ചളിപ്പ് മാറാൻ വേണ്ടി വേഗം ഫോൺ എടുത്തിട്ട് സംസാരിച്ചുകൊണ്ട് പോകും കേട്ടോ. അപ്പോൾ ശ്രുതിക്കാണെന്നുണ്ടെങ്കിൽ ദേഷ്യം വരികയാണ് കേട്ടോ. ശ്രുതി ഇങ്ങനെ അശ്വിൻ്റെ മുഖത്തേക്ക് തന്നെ ദേഷ്യപ്പെട്ട് നോക്കുകയാണ് കേട്ടോ. നിങ്ങൾ എന്തേ കാണിച്ചതെന്നൊക്കെ ചോദിച്ചിട്ട് ദേഷ്യത്തോട് കൂടിയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ നന്ദു അവിടെ നിന്ന് പോയതിന് ശേഷം ശ്രുതി അശ്വിൻ്റെ മുഖത്തേക്ക് ദേഷ്യത്തോട് കൂടെ നോക്കി തന്നെ അവിടെ നിന്നും പോവുകയാണ്. അങ്ങനെ താഴത്തേക്ക് വരികയാണ്. താഴത്ത് വരുമ്പോൾ മുത്തശ്ശി ശ്രുതിയോട് പറയുകയാണ് മോളെ ശ്രുതി ഇതേ മോളുടെ ഡ്രസ്സിൻ്റെ കെട്ടഴിഞ്ഞിട്ടുണ്ടെന്ന് പറയും കേട്ടോ. അപ്പോഴാണ് ശ്രുതിക്ക് മനസ്സിലായത് തൻ്റെ ഡ്രസ്സിൻ്റെ കെട്ടഴിഞ്ഞത് കൊണ്ടാണ് അശ്വിനായി ഒരു മുടി എടുത്തിട്ട് തൻ്റെ ബാക്കിലേക്ക് ഇട്ടത് എന്ന് മനസ്സിലാവാണ് കേട്ടോ. കാരണം അവിടെ എനിക്ക് ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ശ്രുതിക്കൊരു വല്ലാത്തൊരു വിഷമം തോന്നുകയാണ് കേട്ടോ. അപ്പോൾ അശ്വിനെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ. അപ്പോൾ അശ്വിനൊന്നും ഇടാതെ നിൽക്കുകയാണ്. അപ്പോൾ മോളെ മുത്തശ്ശി കെട്ടിത്തരാമെന്ന് പറഞ്ഞിട്ട് അയ്യോ ബാഗിൽ കെട്ടൊക്കെ മുത്തശ്ശി കെട്ടിക്കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അഞ്ജലി പറയുകയാണ് ഈ ഡെക്കറേഷനൊക്കെ ഞാൻ ഉണ്ടാക്കിയതാണ്, ശ്രുതിക്ക് ഇഷ്ടപ്പെട്ടോ, ഞാൻ വിചാരിച്ച് ശ്രുതി എന്നെ അഭിനന്ദിക്കും ഇതൊക്കെ കണ്ടിട്ട് എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ അശ്വിൻ പറയുകയാണ് അതിന് ചലഞ്ചിൽ തോൽക്കാൻ മാത്രമല്ലേ ഇവൾക്ക് അറിയുള്ളൂ എന്ന് അങ്ങനെ അർത്ഥം വെച്ച് പറയുകയാണ് കേട്ടോ. ശ്രുതി ഇങ്ങനെ നോക്കണേ. അപ്പോൾ ശ്രുതി ആലോചിക്കുകയാണ് കേട്ടോ. ചലഞ്ച് അക്സെപ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് ചെയ്തിട്ടില്ലാത്ത കാര്യമൊക്കെ ഇങ്ങനെ ശ്രുതി ഇങ്ങനെ മനസ്സിലാലോചിക്കുകയാണ് കേട്ടോ. അപ്പോൾ ശ്രുതിക്ക് ഒരു ഐഡിയ കിട്ടാണ്. പെട്ടെന്ന് ശ്രുതി ഇങ്ങനെ നമ്മുടെ അഞ്ജലിയുടെ കൈ പിടിക്കും കേട്ടോ. കൈ പിടിച്ചിട്ട് ഇങ്ങനെ പറയാണ് അതേ എന്തായാലും ഈ ഒരു ഡെക്കറേഷനൊക്കെ അടിപൊളിയായിട്ടുണ്ട് ചേച്ചി, എൻ്റെ ചേച്ചി ഭാഗ്യം ചെയ്തവളാണ്, ഇത്രയും നല്ലൊരു ചേച്ചിനെ കിട്ടില്ലേ എന്നൊക്കെ പറയാൻ കേട്ടോ. ഈ സമയത്ത് ശ്യാമു അവിടേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അഞ്ജലിനെ കെട്ടിപ്പിടിച്ചിട്ട് ശ്രുതി ഉമ്മം കൊടുക്കുകയാണ്. അതിനുശേഷം മുത്തശ്ശിയുടെ അടുത്ത് വന്നിട്ട് ഈ മുത്തശ്ശി എൻ്റെ ഇനി സ്വന്തം മുത്തശ്ശിയാണ്, മുത്തശ്ശിനെ എനിക്കിഷ്ടമാണെന്ന് പറഞ്ഞിട്ട് മുത്തശ്ശിയുടെ കവളിൽ ഒരു ഉമ്മ കൊടുക്കുകയാണ്. മനോരമ എത്തിക്ക് വരുമ്പോൾ മനോരമ തിരിഞ്ഞ് നിൽക്കുന്നുണ്ട്. ആൻറ്റിയുടെ ഇംഗ്ലീഷും ആൻറ്റിയുടെ സംസാരമൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് മനോരമനെ ഒരു ഉമ്മം കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ ചെന്നിട്ട് അശ്വിനെ കെട്ടിപ്പിടിച്ചിട്ട് ഒരു ഉമ്മം കൊടുക്കുകയാണ്. അശ്വിനെ കെട്ടിപ്പിടിച്ച് ഉമ്മം കൊടുക്കുന്ന സമയത്ത് എല്ലാവരും ഞെട്ടിപ്പോകാൻ കേട്ടോ. മനോരമ ഇങ്ങനെ കവളത്ത് കൈ വെച്ച് നിൽക്കുകയാണ്. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ അശ്വിനെ കെട്ടിപ്പിടിച്ച് ഉമ്മം വെച്ചിട്ട് അവിടെ തന്നെ നിൽക്കുകയാണ് കേട്ടോ. കുറച്ച് സമയം അങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ എല്ലാവരും അത്ഭുതത്തോടു കൂടി നോക്കി നിൽക്കുകയാണ്. ഇതേ സമയം ശ്യാമിനാണെന്നുണ്ടെങ്കിൽ ഇത് കണ്ടിട്ട് ആകെ ദേഷ്യവും അസൂയൊക്കെ തോന്നിയിട്ട് ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റ് ആവണം കേട്ടോ ശ്യാമ്. ബാക്കിയുള്ളവരൊക്കെ ചിരിക്കുന്നുണ്ട്, അതുപോലെ തന്നെ അതിശയപ്പെട്ടു നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അശ്വിനാണെന്നുണ്ടെങ്കിൽ പരിസരം മറന്ന് ആകെ ഞെട്ടി നിൽക്കുകയാണ്. ഈ ഒരു സംഭവം ഒരിക്കലും പ്രതീക്ഷിക്കാത്തതാണല്ലോ. ശ്യാമാണെന്നുണ്ടെങ്കിൽ ഇവരെ തന്നെ തുറച്ചു നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ അവർ ഞെട്ടലിൽ നിന്ന് മാറിയിട്ടില്ല എല്ലാവരും. അങ്ങനെ അശ്വിനും ശ്രുതിയും തമ്മിൽ ഇങ്ങനെ പരസ്പരം മുഖത്തോട് മുഖം നോക്കി നിൽക്കുന്നത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.